നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് നന്നായിട്ട്. ഇവിടെ ഭയങ്കര മഴയാണ് രാവിലെയും വൈകിട്ടും, ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും സേഫ് അല്ലേ നിങ്ങളവിടെ? ഐ ഹോപ്പ് സോ. സേഫായിട്ടിരിക്കുക. ഇപ്പം കോവിഡൊക്കെ വരുന്നുണ്ട്, മാസ്ക് ഒക്കെ ധരിച്ച് വെളിയിൽ പോവാട്ടോ. ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കേട്ടോ, നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക, ഒക്കെ യൂസ്ഫുൾ ആവും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? കറൻറ്റ് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. പ്രസൻറ്റിൽ നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻ്റെ. ഓക്കെ, കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് കറണ്ട് സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജീസ് ആണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ കാർഡ്സിൽ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ. നിങ്ങൾ ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും സോൾ കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ദിസ് പേഴ്സൺ ഈസ് സ്പെഷ്യൽ. ഇതുവരെയുള്ള റിലേഷൻ പോലെയല്ല ഈ റിലേഷനും ഈ ഒരു കണക്ഷനും ഈ ഒരു വ്യക്തിയും എനിക്ക് വളരെ സ്പെഷ്യലാണ്, ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, സോ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ലിറ്ററലി എന്താ ചെയ്യുക, ഇവരെന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി, റീകണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. മേ ബി അത് നിങ്ങളെ അൺപ്ലാൻഡ് ആയിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പൊതുവേ ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഡ്രാമാസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. Magician and 4 of Cups. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വളരെയധികം എന്താ പറയുക, ആൾ പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിക്കുന്നു എന്നല്ല, ആൾക്ക് എപ്പോഴും സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ, ഇപ്പോൾ റൂം തന്നെ എക്സാമ്പിൾ റൂം ഇങ്ങനെ ഇരിക്കുകയാണ് ലൈക്ക്, പക്ഷേ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് ആവശ്യമാണ്. ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടക്കേടുകൾ തോന്നിയിട്ടുണ്ടാകും. ഈ ഒരു വ്യക്തി നിങ്ങളോട് അത് ഇഷ്ടമില്ലാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. ലൈക്ക് ഈ ഒരു വ്യക്തി ചേഞ്ചസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ആളുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്പോഴും എന്താ പറയുക, സെയിം കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സെയിം കാര്യം ഇപ്പം റൂം തന്നെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് അടുക്കി പിറക്കി വീണ്ടും പൊസിഷൻസ് ഓരോ സാധനത്തിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ടാവാം. അങ്ങനെ ആൾക്ക് എപ്പോഴും ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. ഭയങ്കരമായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ഫോർ സം ഓഫ് യു നിങ്ങളുടെ വ്യക്തി ബസ് ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു ക്ലൂസ് എനിക്ക് വന്നു, പക്ഷെ അത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി ബസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താവാം, ഇവർ താമസിക്കുന്നത് ഒരു പെർമനൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, സോ അവർ എനർജീസ് ഇപ്പോൾ സം ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി ഡീൽ ചെയ്യുന്ന വ്യക്തി മേ ബി ആർമിയിലായിരിക്കാം ജോയിൻ ചെയ്യുന്നത്. ജനറൽ റീഡിങ്സ് ആണ്. സോ ആർമിയിലായിരിക്കാം ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അത്ര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി ജോബ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ,
ജീവന് വളരെയധികം അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജീസ് ആകും കുറച്ച് പേര്. അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഫോർ സം ഓഫ് യു വളരെ റെയർ കേസസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. നീ ഇത് കേട്ടുണ്ടോ എൻ്റെ സ്പെസിഫിക് പോസിറ്റീവ് ആയോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലണ്ട. ഓക്കെ, ഒരു എനർജീസ് ഓക്കെ വാട്ട് എവർ. സോ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് എനിക്കറിയാമായിരുന്നു കാർഡ് വരും, അതുപോലെ തന്നെ വന്നു. വളരെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നില്ലല്ലോ, ആളിനി പോയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഡൗണിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആൾ കോണ്ടാക്ട് ചെയ്യും പോകും, കോണ്ടാക്ട് ചെയ്യും പോകും. ഇതായിരിക്കും പാറ്റേൺ വരുന്നുണ്ടാകും കേട്ടോ. സീർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, മേ ബി നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലായിരിക്കാം. ഇവർക്ക് ഇപ്പോഴും നിങ്ങളുമായിട്ട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള വ്യക്തികളിൽ ഐ ഡോണ്ട് നോ, പക്ഷെ നിങ്ങളത് വളരെ സ്പെഷ്യലാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു വ്യക്തിനെ ഈ ഒരു വ്യക്തി ലൈഫ് ടൈമിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വ്യക്തിനെ, നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിനെ ഈ ഒരു വ്യക്തി ലൈഫ് ടൈമിൽ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു ഇമോഷൻസ് ഈ ഒരു വ്യക്തിക്ക് വേറൊരാളോടും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ മേ ബി നിങ്ങളോട് ആ ഒരു വ്യക്തി അത് പറഞ്ഞിട്ടുണ്ടാവാം. യെസ്, എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ, സോ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ന്യൂ മൂൺ എന്നാണ് കമൻറ്റ് ചെയ്യണേ ഡേറ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. ഞാൻ മൂന്ന് ചെക്ക് ചെയ്യുന്ന ഒരാളല്ല പ്രോപ്പറായിട്ട്. സോ എനിക്കിങ്ങനെ ഹൈലി സ്പിരിച്വൽ അല്ലാഴിക്കുകയല്ല, അങ്ങനെയുള്ള എൻ്റെ എനർജിയില്ല. ലൈക്ക് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ട് പോയിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂൺസ് ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. ചില സമയങ്ങളിൽ ഞാൻ അറിയാറില്ല മൂൺ ആണോ എന്ന് പോലും അറിയാറില്ല. ബാലൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും എന്നെ അത് അഫക്റ്റ് ചെയ്യാറില്ല എനർജി. നേരത്തെയൊക്കെ എഫക്റ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കറിയാൻ പറ്റുമോ മൂൺ വരാൻ പോവുകയാണെന്ന്. പക്ഷെ ഇപ്പം എനിക്കറിയില്ല. കാരണം നമ്മൾ ബാലൻസ്ഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മൂണിൻ്റെ എനർജി എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. പലരും എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂണിൻ്റെ എനർജി ഡൗൺ ആണ്. നിങ്ങൾ എനർജി ബാലൻസിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. കഴിഞ്ഞ ഫുൾ മൂണിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു മൂണാണെന്ന്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മൂണാണ്. അപ്പോഴും ഞാൻ വിചാരിക്കും ഇന്നാണോ മൂണ്. ഞാൻ പക്ഷേ ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ആളൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ. ഓക്കെ, സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് ഭയങ്കരമായിട്ടും മൂഡ് സ്വിങ്സ് വരും മൂൺസ് വരുന്ന ടൈമിൽ. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മിസ് ചെയ്യുന്നത് ഇവരുടെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇവർ എല്ലാ കാര്യങ്ങളും മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് വിചാരിക്കും എല്ലാ കാര്യങ്ങളും മറന്നു പോയി മിണ്ടാം, എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് മറന്ന് മിണ്ടി വരുമ്പോഴേക്കും ഈ ഒരു വ്യക്തി വീണ്ടും വിചാരിക്കും ഈ ഒരു വ്യക്തി എന്നോട് അത് ചെയ്തില്ലേ, ഇവരെന്നെ ഹേർട്ട് ചെയ്തു, ഇന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തി എന്നോട് ചെയ്തു, അപ്പോൾ പിന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ്, ഞാൻ റൺ ചെയ്തേക്കാം, എനിക്കിവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ആളുടെ മൈൻഡ് സെറ്റ്. ഇതാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ് എന്നോട് പറയുന്ന ആളുകൾക്കുള്ള മറുപടി ഇതാണ്. ലൈക്ക് ഈ ഒരു വ്യക്തി ഓൺ ആൻഡ് ഓഫ് ആവുന്നതിന് മെയിൻ റീസൺ ഇതാണ്. ഫോർഗീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റൺ ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ ഫോർഗീവ് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് റൺ ചെയ്യാൻ തോന്നുന്നത്. നിങ്ങളുടെ വ്യക്തികൾ റൺ ചെയ്യുന്നതിനുള്ള റീസണും ഇത് തന്നെയാണ് കേട്ടോ. എനിവേസ്, നെക്സ്റ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അവെയർനെസ്സിൻ്റെ എനർജീസാണ്. ഈ അവെയർനെസ് മീൻസ് നിങ്ങളുടെ എനർജിയാണ് ഈ അവെയർനെസ്. മേ ബി നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അവെയർനെസ്സിൽ നിങ്ങൾ വരുന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സെക്ഷുവൽ എനർജി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ലൈക്ക് ഈ ഒരു എനർജി ഇതെനിക്ക് വരാനുള്ള എനർജി അല്ല, ഇതിൽ ഞാൻ അവെയർ ആവണം, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ അവെയർനെസ്സിലേക്ക് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജീസ് നിങ്ങൾക്ക് സെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫീലിംഗിൽ ഞാൻ അവെയർനെസ്സിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവെയർനെസ്സിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അവെയർനെസ്സിൽ വരാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ എനർജീസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതാണ് സ്പിരിച്വാലിറ്റി, ഇൻ ആൻഡ് യാങ് ബാലൻസ് എന്ന് പറയുന്നത്. അതാണ് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്യുന്ന ഒരു എനർജി. സോ അപ്പം നിങ്ങൾ ആ ഒരു ബാലൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബാലൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ വയ്ക്കാൻ പറ്റും. അതർവൈസ് നോട്ട്. കേട്ടോ, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ കൈയുടെ ഉള്ളിലാക്കാൻ പറ്റും. പക്ഷെ അതിനു വേണ്ടി നമ്മൾ വിചാരിക്കണം. നമുക്ക് വിചാരിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. വിചാരിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞിട്ടാണ് പല ക്ലയൻസുകളും വരുന്നത്. വിചാരിക്കണം. നമ്മൾ വിചാരിച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഏതൊരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഓക്കെ ആക്കണം, ലെറ്റ് ഗോ ചെയ്യണം, ഡിറ്റാച്ച്മെൻറ്റിൽ വരണം, ബാലൻസിലാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ പലരും ഇങ്ങനെ, എനിക്കറിയില്ല, വർഷങ്ങളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻസ്, ലവ് മാസ്റ്റർ, ഇങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്തിട്ടും റിസൾട്ട് ഇല്ല. ക്യാഷ് പോകുന്നുണ്ട്, ടൈം വെറുതെ വേസ്റ്റാണ്. പക്ഷെ ഇതൊന്നും വർക്കാവുന്നില്ലെന്നല്ല, ഇതെല്ലാം വർക്കാവുന്ന കാര്യങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ പോസിറ്റീവാണ്. ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആരും നമ്മുടെ പുറകെ റൺ ചെയ്ത് വരും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും അവർ. അതാണ് സംഭവം. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻസ്, മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വിചാരിച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാം. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൈഡൻസ് തരുന്നത്. ഇപ്പം എനിക്ക് ഓടി വരും, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നാഗസൈഡ് എന്നിട്ട് ചോദിക്കുന്നത് പോലെ ചോദിക്കുക എല്ലാവരും വന്ന്. ഓക്കെ, വിഷയം മാറിപ്പോ അല്ലേ. ശരി, അപ്പം ഇതാണ് ഗൈഡൻസ് വന്നിട്ടുള്ളത്. വി ആർ ദി വേൾഡിൻ്റെ കാർഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 10 ഓഫ് കപ്സ് ആണ് വി ആർ ദി വേൾഡ് കേട്ടോ. 10 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് ഇവിടെ. 10 ഓഫ് റെയിൻബോസ് ആണ് കേട്ടോ. ഒറാക്കിൾസ് ആയതുകൊണ്ട് 10 ഓഫ് റെയിൻബോസ് വരും ഇവിടെ. യുണൈറ്റി ആണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ ഈ റിലേഷനിൽ ഇവർ ചിന്തിക്കും. ചില സമയത്ത് ഇവർ ചിന്തിക്കും ലൈക്ക്, എനിക്കൊന്ന് നിങ്ങളുടെ വ്യക്തിനെ ആരോ ഗൈഡ് ചെയ്യുന്നുണ്ട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ ഇവരാരെങ്കിലും എടുത്ത് കൂട്ടുകാരോടൊക്കെ പറയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ടാവും. ഓക്കെ, സംസാരിക്കുന്നുണ്ടാവും ഒരു വ്യക്തി എന്നിട്ട്. അപ്പോൾ അവർ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാവും, നീ പോയി നൈസായിട്ട് സംസാരിക്കുക, എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിലൂടെ ചെന്ന് നീ പോയി സംസാരിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ഗൈഡൻസ് ഒക്കെ കേട്ടിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കുറച്ച് പേരുടെയെങ്കിലും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ന വോയിസ് പറയുന്നത് കേൾക്കുന്നുണ്ടാവും. സോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബോണ്ട്. ഈ ഒരു വ്യക്തി എവിടെ തിരക്കി പോയിട്ട് ഇവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടാവും. എന്തായാലും ഇവിടെ റിയൂണിയൻ പോസിബിൾ ആണ്. ഇവരുടെ ഈ ഒരു തോട്ട്സിൽ, നിങ്ങളുടെ തോട്ട്സിലെ കഴിഞ്ഞ് കൂടുതൽ എനിക്കിവിടെ ചെക്ക് ചെയ്തപ്പോൾ സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് സ്റ്റേബിളായിട്ട് ചിന്തിക്കുന്ന ഒരു, എന്നുവെച്ചാൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ശരിയാണ്. പക്ഷെ അതിൽ കൂടുതലായിട്ടും ആളുടേതായിട്ടുള്ള ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. ഞാനത് അവരോട് പോയി സംസാരിച്ച് ഞാൻ നാണം കെടുവോ, ഇങ്ങനെയുള്ള തോട്ട്സും കാര്യങ്ങളും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമാണ് ഓവറായിട്ട് ചിന്തിക്കുന്നത്. സോ ഈ ഒരു എനർജീസ് ആണ് നിങ്ങളെക്കുറിച്ച് ഇതൊരു സിറ്റുവേഷൻസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലാതെ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചിരിക്കുന്നില്ല ഇവർ കേട്ടോ. സോ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.